പറ്റൂല. ഫഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവര് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി. ഫദക്കറു ലഹു, കാര്യങ്ങൾ വിശദീകരിച്ചു. ഫഖാൽ വമാ യുദ്രീക അന്നഹാ റുഖിയ, സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ രോഗത്തിന് വിഷത്തിന് മന്ത്രിക്കാൻ പറ്റിയ ഒരു സാധനമാണ്, മന്ത്രിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് എവിടുന്നാണ് വിവരം കിട്ടിയത്? അത് ചോദിച്ചു. ഞങ്ങളങ്ങനെ ചെയ്തു. പറഞ്ഞു സംഗതി വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും അത് അസ്വബത്തു, ഇതാണ് എന്റെ രേഖ. അത് അസ്വബത്തു, നിങ്ങൾ ചെയ്തത് ശരിയാണ്, ശരി, അത് ശരിവെച്ചു. യുഖ്സിമു, അതിന് നിങ്ങൾക്ക് കൂലി വാങ്ങിയാലും തെറ്റില്ല, പ്രതിഫലം വാങ്ങിയാലും തെറ്റില്ല. ഒരു ചുറ്റോളി ഒവരി കൂലി വാക്കു സഹമ, കൂട്ടത്തിൽ വരെ ഒരിക്കും തന്നടി. ഫളാഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്തിനാണെന്നറിയോ? അത് വാങ്ങുന്നതിന് ഇപ്പൊ നമ്മക്കന്നെ അങ്ങനെ വാങ്ങി ശരിയാകുമോ? മനസ്സിലൊരു ചെറിയ പ്രയാസം, ആ പ്രയാസം ഒഴിവാക്കാൻ ഇസ്തീനാത്തിന് വേണ്ടിയാണ് ഇവരിപൂരി സഹമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് നബിക്ക് ആടിട്ടാനുള്ള മോഹനത്തിലല്ല അത് വാങ്ങുന്നത്. ഓർക്കന്നെ അത് വാങ്ങാൻ പറ്റുമെന്ന് ചെറിയൊരു മനസ്സിലൊരു പിടിപ്പുറവുള്ളതുകൊണ്ടാണല്ലോ നബിന്റെ അടുക്കൽ വന്നിട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഹറജ് വിചാരിക്കണ്ട, നല്ലതാണ്, വാങ്ങി തിന്നാവുന്നതാണ്, ഹലാലാണ്, കിസ്ബ് ഹലാൽ. അപ്പോ ഏതാണ് ചികിത്സ? ഖുർആൻ കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ, അതിന് കൂലി വാങ്ങിയ വാങ്ങി. ഖുർആൻ കൊണ്ട് നമുക്ക് കൂലി വാങ്ങാവുന്ന ഒരു കാര്യം ഇതാണ്. അതിനല്ല നമ്മൾ വാങ്ങണം. നമ്മള് ഖുർആൻ ഓതി നിസ്കരിച്ചു കൊടുത്താൽ കൂലി വാങ്ങും. അതിന് കൂലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സലഫു സ്വാലിഹ്യങ്ങൾ അത് വാങ്ങിയിട്ടില്ല. ഇനി രണ്ടാമത്തെ സൂറത്ത് അൽ മുഅവ്വിദാത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇതാണ് മുഅവ്വിദാത്ത്. മുഅവ്വിദത്താനി മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ അവസാനത്തെ രണ്ടെണ്ണം, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്. മുഅവ്വിദാത്ത് എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണം. عن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا مرض أحد من أهل بيته نفث عليه بالمعوذات. ഇമാം മുസ്ലിം കിതാബു സലാമിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. തന്റെ പത്നിമാരിൽ ആർക്കെങ്കിലും, വീടരിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ അവിടുന്ന് ചെയ്യാറുണ്ടായിരുന്നത് നഫസ അലൈഹി ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്ത് ഓതിയിട്ട് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതിയിട്ട് നഫ്സ് ചെയ്യും. നഫ്സ് എന്ന് പറഞ്ഞാൽ അല്പം തുപ്പലോട് കൂടിയുള്ള ഊത്താണ്, ചെറിയ തുപ്പലം വന്നുകൊണ്ടുള്ള ഊത്താണ്. അതാണ് നബി ചെയ്യാറുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ബഖറ. ഇപ്പൊ 3-4 സൂറത്ത് ഞാൻ പറഞ്ഞു. ഈ 5ാമത്തെ സൂറത്തുൽ ബഖറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തജഅലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിയകലുന്നു. അതുകൊണ്ട് പിശാചിനകത്ത് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ പല രോഗവും കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഓടിയാകലോ? എങ്ങനെ ഓടിയാകല? വീട്ടിൽ നിന്ന് ഓടിയാകല? നമ്മളെ മനസ്സിൽ തന്നെയുള്ള ഒരു വൈറസ് പോലെ കിടക്കുന്ന സാധനമല്ലേ എന്ന് നമ്മൾ കരുതണ്ട. സൂറത്തുൽ ബഖറ ഓതിക്കോളി, ഓടിയാകലും. ഇമാം മുസ്ലിമിന്റെയാണ് റിവായത്ത്. ഈ ആയത്തുകളുണ്ട്, ഇതൊക്കെ ഇപ്പൊ സൂറത്തുകൾ. ചില ആയത്തുകൾ അതുപോലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയെ കുറിച്ച് മാത്രം നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല വക്കലനി റസൂലുള്ളാഹ്, നേരത്തെ നിങ്ങൾ കേട്ട സംഭവം ഞാനത് ആവർത്തിക്കുന്നില്ല, നമുക്ക് സമയം കിട്ടേണ്ടതുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ശേഖരിച്ചിട്ടുള്ള സക്കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചുവെന്നും അങ്ങനെ രാത്രിയിൽ ഒരാൾ വന്നുവെന്നും ആവർത്തിച്ചുവെന്നും അങ്ങനെ അവസാനം ഫഖസ്സൽ ഹദീസ് ഫഖാൽ, ആ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നിന്റെ വിരിപ്പിലേക്ക് നീ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, അഥവാ കിടക്കാൻ ചെന്നാൽ ഫഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി നീ ഓതിക്കോ. ആയത്തുൽ കുർസി ഓതിയാൽ ലൻ യജാല മഅക മിനല്ലാഹി ഹാഫിൾ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഹാഫിൾ, ഒരു സംരക്ഷകൻ നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലാ യഖറബുക ശൈത്താനുൻ, ഒരു പിശാചും നിന്റെ അടുക്കലേക്ക് വരില്ല. ഹത്താ യുസ്ബിഹ്, ഹത്താ തുസ്ബിഹ്, നേരം പുലരുന്നതുവരെ. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖക വഹുവ കദൂബുൻ ലാക ശൈത്താൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല, പിന്നെ ശൈത്താൻ പറഞ്ഞു കൊടുത്താണ്. ആ പറഞ്ഞ വാചകം അബൂ ഹുറൈറ അങ്ങോട്ട് ഉദ്ധരിച്ചു കൊടുക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ ആ പറഞ്ഞത് സത്യമാണ്, അവൻ പച്ചക്കള്ളനാണെങ്കിലും.
അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തോടു കൂടി ആയത്തുൽ കുർസി രാത്രിയിൽ ഓതാൻ പറഞ്ഞു. ഓതിയിട്ടുണ്ടെങ്കിൽ ആ രാത്രി നേരം പുലരുന്നത് വരെ ഒരു പിശാചും അവനെ സമീപിക്കില്ല. അത് അതിനുള്ളതാണ്. ഇനി വേറെ ചില ആയത്തുകൾ നോക്കാം. ആയത്താനി, ഞാൻ ഇവിടുത്തെ നിന്റെ ഒരു സ്റ്റൈലിന്ന് പോകും. സാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന പ്രസംഗങ്ങളും പുസ്തകങ്ങളും അതിനെ വിലയിരുത്തിക്കൊണ്ട് ഒരു കാര്യം പറയാൻ വയ്യ. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എൽമിയായ ഒരു ബഹസിൽ നിന്ന് പുറത്തു പോണ്ടി വരും. എനിക്കറിയാം, ഞാൻ പലതും വളരെയധികം മാനസികമായി പ്രയാസം തോന്നുന്ന പലതും ഞാൻ കേൾക്കാറുണ്ട് ഇതിനൊക്കെ അഭിനയിക്കുന്നത്. പക്ഷെ അതിലേക്ക് ഞാൻ തൽക്കാലം കിടക്കുന്നില്ല. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അസല്ലാഹു അൻ യുആമിറഹും ബിമൂജിബി ഹിക്മതിഹി വഅദ്ലിഹി. ആയത്താനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള രണ്ടായത്ത്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള രണ്ടായത്തുകൾ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ഒരു രാത്രി ഓതിയാൽ ആ രണ്ടായത്തുകൾ തന്നെ അയാൾക്ക് മതി. അയാൾക്ക് സംരക്ഷണമായിട്ട് അത് തന്നെ മതി. പിന്നെ അശറു ആയാത്തിൻ മിനൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള വ്യത്യസ്തമായ 10 ആയത്തുകൾ ഇതുപോലെ ഉപയോഗിക്കുന്നതാണ്. അഖ്ബർന അംറു ബിൻ ആസിമിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്ത്, ഖാല മൻ ഖറഅ 4 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലെ 4 ആയത്ത്, വആയത്തുൽ കുർസി, അത് കഴിഞ്ഞാൽ 4 ആയത്ത് കഴിഞ്ഞാൽ പിന്നെ ആയത്തുൽ കുർസിയിലേക്ക് പോയി. ആയത്തുൽ കുർസി കഴിഞ്ഞാൽ വആയത്താനി ബഅദ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള 2 ആയത്തുകൾ, അതിനുശേഷം വസലാത്തുൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 3 ആയത്തുകൾ. ഇങ്ങനെയുള്ള 4 1 5 5 2 7 7 3 10, ഈ 10 ആയത്തുകൾ ഒരാൾ ഓതിയാൽ ലം യഖ്റുബുഹു വലാ അഹ്ലഹു യൗമഇദിൻ ശൈത്താൻ, അന്നേ ദിവസം അവനെയോ അവന്റെ വീടരെയോ പിശാചി അടുത്ത് വരില്ല. വലാ ശൈഉൻ യക്റഹുഹു, അവൻ വെറുക്കുന്ന ഒരു കാര്യവും അവന്റെ അടുക്കലേക്ക് വരില്ല. വലാ യഖറഅന്ന അലാ മജ്നൂനിൻ ഇല്ലാ അഫാഖ്, ഒരു ഭ്രാന്തന്, ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്റെ മേൽ ഇത് ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ബുദ്ധി തെളിയാതിരിക്കുകയും ചെയ്യില്ല. ജിന്ന് ബാധിച്ച നമ്മൾ പലതും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഔഷധം ഒഴിവാക്കിയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കും. അത് ഒരു തരം ഹിദ്ലാനാണ്. അള്ളാഹു നമ്മെ കൈവിടുമ്പോൾ വരുന്നൊരവസ്ഥയാണ്. ശരിയായ സാധനം കയ്യിലുണ്ടാവും, അത് എന്നിട്ട് കാണാതെ അറിയാതെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഇങ്ങനെ തെണ്ടി നടന്ന് ഇടങ്ങാറായി പൈസ ചെലവാക്കി അധ്വാനിച്ച് വെട്ടിച്ച് നടക്കും. ഇനി ഇപ്പൊ 2 കാര്യങ്ങളോട് പറഞ്ഞു. ചികിത്സ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഖദരി കൗനി എന്ന് പറയുന്നത്, രണ്ടാമത്തത് ശർഈ. ഖദരി കൗനിയാണെങ്കിൽ അതിന് ഗൈബുമായിട്ടൊരു ബന്ധമല്ല, അത് പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ശർഈ ആയിട്ടുള്ളത് റുഖിയാണ്. ആ റുഖിയയുടെ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അതിന് ഏറ്റവും നല്ല പ്രാർത്ഥനകൾ കലിമാത്തുല്ലാ അസ്മാഉഹു വസിഫാത്തുഹു, ഇതാണ്. ഇനി പിന്നെ നമുക്കാകാവുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മാ യുഖലു മഅനാഹു, അർത്ഥമറിയാവുന്ന ഏത് കാര്യം കൊണ്ടും, പക്ഷെ അത് ശിർക്കുള്ളതോ ശിർക്കിലേക്ക് എത്തിക്കുന്നതോ ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യം പറഞ്ഞു. അത്ര വിട്ടുവീഴ്ച ആ വിഷയത്തിൽ തന്നിട്ടുണ്ട്. ഇനി അത് പിന്നെ നമ്മൾ സാധാരണ നിലക്ക് നടത്തുകയാണെങ്കിൽ റുഖിയ നടത്താൻ പറ്റിയ സൂറത്തുകൾ പറഞ്ഞു. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. അതുപോലെ തന്നെ ആയത്തുകൾ പറഞ്ഞു. ആയത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ തുടക്കത്തിലുള്ള ആദ്യത്തെ 3 ആയത്തുകൾ, ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള 2 ആയത്തുകൾ, അവസാനത്തെ 3 ആയത്തുകൾ, ഇങ്ങനെയുള്ള ആയത്തുകൾ. ബഖറയിൽ ആദ്യത്തെ 4 ആയത്ത്, അവസാനത്തെ 3 ആയത്ത്, ഇങ്ങനെയുള്ള ആയത്തുകൾ, അതൊക്കെ എണ്ണി. ഇതല്ലാത്തതുണ്ട്.